ആപ്പാടെ മനസ്സ് മടുപ്പിച്ചാണ് ഞാൻ ഓഡീഷനായിപ്പോയി. നീ എന്തോ ഒരു ഓഡീഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്ത വേറെ ഒരു ഇല്ല. എന്നിട്ട് ആ പുള്ളിക്കാരി എൻ്റെ അടുത്ത് ഇങ്ങനെ, പുള്ളിക്കാരി ഈ പ്രായമായ ഈ കാസ്റ്റിംഗ് ഡയറക്ടറിനൊക്കെ ആരാണ് വെച്ചത്? ഇടയ്ക്ക് ആ പുള്ളിക്കാരുടെ ഇങ്ങനത്തെ ഒരു കാട്ടാൻ കൂടെ മൂക്കാൻ വേണ്ടി അടിച്ച് പൊട്ടിക്കാൻ തോന്നും. ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു കലാകാരനത് ബഹുമാനിക്കാൻ പോലും അറിയാൻ പാടില്ലാത്ത സാധനം. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന്. അതല്ല, ഇനി അവനോട് ഇനി എന്ത് പറയും? ഓവർ കോൺഫിഡൻസിൽ പോയതാ, കിട്ടുമെന്ന് വലിയ അഹങ്കാരം ഉണ്ടായിരുന്നു. അവന് മാറിക്കട്ടെ. എന്തെടുക്കുക മൊത്തെ MUTTA ഈ ജമ്പിളുടെ ഓരോ കാര്യങ്ങള് വെറുതെ അവളുടെ പുറകെ നടന്നു. കുളിക്കാൻ പോവാന്ന്. ഞാനും വരട്ടെ. അത് വേണ്ട, ആഭാസനാണെന്ന് വിചാരിക്കും. കുളിച്ചിട്ടുക, ഞാൻ കാത്തിരിക്കാം. കാത്തിരിക്കും. എന്താ ഇട്ടേക്കുന്നേന്ന്? അനി, നമുക്ക് ഇന്ന് ബിരിയാണി ഉണ്ടാക്കിയാലോ? ബിരിയാണിയോ? പിന്നെ ഇന്നെന്താ പ്രത്യേകത? പ്രത്യേകത ഒന്നുമില്ല, ഒരു ഒരു രസത്തിന് വേണ്ട അല്ലേ? എന്റെ കുഞ്ഞെ, ഞാൻ ചോറ് വെച്ച് പോയി. പിന്നെ ഒരു സാധനം, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വെക്കുമ്പോ. ആന്റി, ഫംഗ്ഷൻ വെക്കുമ്പോ ഫംഗ്ഷൻ ഒന്നും കാത്തിരിക്കേണ്ട, ബിരിയാണി ഉണ്ടാക്കാം. നമുക്ക് തോന്നുമ്പോ ഉണ്ടാക്കാം. ഞാൻ സാധനമൊക്കെ മേടിച്ചു തരാം. അങ്ങനെയാണെ ഉണ്ടാക്കാം. എന്തായാലും ഇന്ന് വെക്കാൻ പറ്റത്തില്ല, ഇന്ന് ചോറും കറിയൊക്കെ ആയിപ്പോയി. അതുകൊണ്ട് ചേടാ, ഞാൻ എന്നാലും അതല്ല ആലോചിക്കുന്നത്. ആ ജീവമ്മൻ എന്താ നല്ല സ്റ്റൈലായിട്ടൊക്കെ പോകുന്നുണ്ടല്ലോ. ആണോ? പിന്നെ എവിടെ പോയതാ? ഓഡീഷന്. ഓഡീഷന് പോയതാണോ? അവൻ ഭയങ്കര ടാലന്റ് കേട്ടോ. ഒരു ദിവസം അവന് നല്ലൊരു അവസരം കിട്ടുന്നുണ്ടോ? കിട്ടിയാ മതിയായിരുന്നു. ആ കുഞ്ഞൊന്ന് രക്ഷപ്പെട്ടാ മതി. നല്ല കഴിവുള്ള കൊച്ചാ. ആന്നേ, ഞാനേ അവൻ ഇൻസ്റ്റയില് റീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്ത് രസമായിട്ടാ ചെയ്യുന്നേ. നല്ല അഭിനയിക്കാനൊക്കെ നല്ലതായിട്ട് അറിയാം. ഉറപ്പായിട്ട് എന്തായാലും അവൻ ഇന്ന് ഓഡീഷന് പോയി സിനിമയിൽ ഒരു അവസരം മേടിച്ചോണ്ടേ ഇവിടെ വരത്തുള്ളൂ. ഇന്ന് മേടിച്ചോണ്ട് തന്നെ വരുമോന്നൊന്നും അറിയത്തില്ല, പക്ഷെ അവൻ എന്തായാലും സക്സസ് ആവും. ഇന്നല്ലെങ്കിൽ നാളെ അവൻ സക്സസ് ആവും. അവൻ എവിടെ പോയാലും അവനൊരു മുൻഗണന കിട്ടുന്ന രീതിക്ക് അവൻ പെർഫോം ചെയ്യാറുണ്ട്. അതെ, എന്തായാലും കിട്ടുമായിരിക്കും. പിന്നെ കിട്ടാണ്ട് എവിടെ പോവാനാ? ഇത്രയും ട്രൈ ചെയ്തോണ്ടിരിക്കല്ലേ. പിന്നെ മറ്റവനെ പോലൊന്നും അല്ല. കിരൺ ഭയങ്കര ഉഴപ്പന. ഉഴപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിരൺ ഉണ്ടല്ലോ, ഒരു കാലത്തും രക്ഷപ്പെടാൻ പോണില്ല. അതെനിക്ക് ഉറപ്പാണ്. ഞാൻ ആന്റിക്ക് എഴുതി ഒപ്പിട്ടേരാ. മടി കൊണ്ടായിരിക്കും. പിന്നെ അല്ലാണ്ട് വെറുതെ ഇങ്ങനെ പെൺപിള്ളേർ. അവനെ 24 മണിക്കൂർ ഫോണിലല്ലേ ഇരിക്കുന്ന. ആന്റി ശ്രദ്ധിച്ചിട്ടുണ്ടാ? നേരെ ചെറുക്കന് ഒരു ജോലിയും ചെയ്യണമെന്ന് ഒരു ഉത്തരവാദിത്വവും ഇല്ല. സത്യം. പക്ഷെ ജീവമ്മ കുഴപ്പമില്ല അല്ലേ? നല്ലതാ. എന്താ ജീവന്റെ പേര് പറയുന്നത്? അല്ല, ജീവമ്മോൻ ഒരു ഓഡീഷന് പോയ കാര്യം പറഞ്ഞതായിരുന്നു. അവൻ ഓഡിഷൻ ചാടേ ചെയ്തോട്ടെ, നീ അവൻ്റെ കൂടെ ഓടാതിരുന്നാ മതി. ചായ ആയോ? ഇല്ല. ആവുമ്പോ വിളിച്ചാ മതി. ഇങ്ങനൊരു മനുഷ്യൻ. ഇത് വർക്കിച്ചനല്ല, പെറുക്കിച്ചനാ. ആന്റി, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ. ആ ചായയിൽ കുറച്ച് വിഷം എടുത്ത് കൊടുക്ക്, ചാവട്ടെ അയാള്. ഇതുപോലത്തെ എണ്ണത്തിനൊക്കെ എങ്ങനെയാ ആന്റി സഹിക്കുക? നാട്ടുകാരുടെ മുന്നിൽ ഭർത്താവിനെ കൊന്നൊന്നും ഒരു പേരുദോഷം വരാതിരിക്കാൻ വേണ്ടി സഹിക്കുന്നത്. അയ്യോ, ഇതിനെ സഹിക്കുന്നതിൽ നല്ലത് ആ പേരുദോഷ. എന്താടാ? ഒന്നുമില്ല, കാലം മതി. എന്നാലും എന്ത് പറ്റൂടാ മുത്തേ? ഒന്നുമില്ലടാ. എന്താന്ന് വെച്ചാ പറയടാ, നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. അത് ശരിയായില്ലടാ. എന്ത് ഓഡീഷൻ വിട്ടെ? അതെനിക്കറിയായിരുന്നു. അല്ല, എന്താ കാര്യം പറ. പോട്ടെ, നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അതിനിപ്പോ എന്ത് താഴത്തെ ഓഡീഷൻ ഒന്നും അല്ലല്ലോ. എത്രാമത്തേത്? 100 എടാ, എന്നാലും ഞാനത് അത്യാവശ്യം ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തതാണ്. നീ കണ്ടല്ലേ 2 ദിവസം ഞാനിവിടെ ഇരുന്ന് കഷ്ടപ്പെട്ട്. ഞാൻ കണ്ടായിരുന്നു, കണ്ടപ്പോഴേ തോന്നില്ലടാ. പിന്നെ നന്നായിട്ട് വരുമെന്ന്. ഭാഗ്യം അവർക്കില്ലാണ്ടായിപ്പോയടാ. എടാ, ആ കാസ്റ്റിംഗ് ഡയറക്ടർ ഒന്നും ശരിയല്ല. ഒരു പെണ്ണുമ്പിള്ള ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ആപ്പടെ ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ പിടിച്ച് ഞാൻ ഈ ചെയ്തിട്ടൊന്നും പുള്ളിക്കാരി ഒരു വിലയും തരുന്നില്ല.
പുള്ളിക്കാരിയാണ്ട് ഇങ്ങനെ മുടിയൊക്കെ ഇട്ട് ഇങ്ങനെ കാണിച്ച്. ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. ആ നീ സീരിയസ് ആയിട്ട് കേൾക്കണം. കേക്കാടാ. നീ എന്താ പഠിച്ചേ? ഞാൻ IT. അല്ലേ? ആ അതിന് പറ്റുന്ന പണിക്ക് പോയാൽ പോരെ. അത് നമ്മൾ ഈ പണിയെടുത്ത് അങ്ങനെ ശീലമില്ലടാ. ശീലം ഉണ്ടാവണം. ഓഡീഷൻ ഇത് എത്രാമത്തെ തവണ? 100 കഴിഞ്ഞില്ലേ? ഒരെണ്ണം പോലും കിട്ടിയില്ലല്ലോ. പാഷൻ അതായിപ്പോലടാ. പാഷൻ ഉണ്ട്, അതൊക്കെ പറയിപ്പിക്കരുത്. എടാ ഞാൻ എത്ര നിനക്കറിയാവുന്നല്ലേ, ഞാൻ എത്ര നാളായി അതിൻ്റെ പുറകെ നടക്കുന്നതെന്ന്. അപ്പോഴും നിനക്ക് മനസ്സിലായില്ലേടാ? എടാ മനസ്സിലായെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരെണ്ണം കിട്ടിയില്ല അടുത്ത് എന്നുള്ള രീതിയിൽ നമ്മൾ പിടിക്കും. പക്ഷെ ചില സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് നീ എന്താന്ന് വെച്ചാൽ കാണിക്കും കേട്ടാ. അപമാനം. അപമാനം. നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കി. അപ്പോൾ നിനക്ക് ഈ സമയത്താണ് ബ്രെഡ് ഓംലേറ്റ്? ബാക്കിയുള്ളതിനോട് ഞാൻ ഈ ഒരു മൂഡിലല്ല, ഞാനൊരു ജമ്പിൾ മൂഡിലാണ്. നീ എൻ്റെ ജമ്പിൾ പ്രൊഫൈൽ കാണുന്നുണ്ടോ? കാണണം നിനക്ക്? എനിക്ക് അന്ന് കാണാൻ പറ്റിയ ഒരു മൂഡിലല്ല ഞാൻ. ബാക്കിയുള്ള നീ ഒരു കാര്യം ചെയ്യും, നീ ITക്ക് തന്നെ പോകുന്നതായിരിക്കും നല്ലത്. എനിക്ക് പണിയെടുക്കാൻ പറ്റാത്തോണ്ടല്ലടാ ഞാൻ ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നു. രക്ഷപ്പെടത്തില്ല. ഇതും ഒരു പണിയെടുക്കലല്ലേ? എന്തായാലും കാണിക്കും മോനെ. എന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഭയങ്കര തലവേദന. ഞാൻ നോക്കി കിടക്കട്ടാ. നീ പോവാണോ? പോടാ. എന്നാ പോക്കോ. സത്യ കൊന്ന് ഞാൻ ദൈവം. നല്ല സന്തോഷത്തിലാണല്ലേ? എന്തു പറ്റി? ഒന്നുമില്ല എന്തോ ഉണ്ട്, എൻ്റെ അടുത്ത് പറ. ചേട്ടാ ഒന്നുമില്ല ചേട്ടാ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇങ്ങനെ സന്തോഷത്തിലിരിക്കുമ്പോൾ ഞങ്ങൾ അറിയണ്ടേ? ചേട്ടാ ഞാൻ കുറച്ചു നേരം ഇവിടെ വെറുതെ ഇരുന്നോട്ടെ എന്ന്. നീ വെറുതെ ഇരുന്നു? ഈ കാരണമല്ലേ ഞാൻ ചോദിച്ചത്. ചേട്ടാ ഒന്ന് പോയി തരാം. ഞാൻ കുറച്ചു നേരം ഇവിടെ ഒന്ന് സ്വസ്ഥമായിട്ട് ഇരുന്നോട്ടെ. ഞാൻ എവിടെ പോവാൻ? ഇതൊക്കെ എൻ്റെ വീടല്ലേ. ഞാനിവിടെ എവിടെ വേണമെങ്കിലും ഇരിക്കും. എൻ്റെ വീട്ടിൽ ഒരാൾ സന്തോഷത്തിലായാലും സങ്കടത്തിലായാലും ഞങ്ങൾ ചോദിക്കും. അതൊക്കെ പോട്ടെ. പോയ ഓട്ടോറിക്ഷ എന്തായി? ഓട്ടോറിക്ഷ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഓഡീഷനാ? അത് തന്നെ, ആ ആക്ഷൻ തന്നെ. എന്തായി? അത് ശരിയല്ല. എങ്ങനെ ശരിയാവും? എന്താണ്? ഇതിനൊക്കെ ഒരു യോഗം വേണം. അത്യാവശ്യം സൗന്ദര്യമൊക്കെ വേണം എൻ്റെ മാതിരി. എനിക്ക് ഇത്തിരി തൽക്കാലം സൗന്ദര്യം കുറവാണ്. അതിനെന്താ? എന്നെ കണ്ടില്ലേ? എന്നെ ക്ലാര വിടായിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ എന്നോ അഭിനയിച്ചത്. എൻ്റെ പൊന്നി ചേട്ടാ, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അഭിനയിച്ചോളാം. ഞാൻ എങ്ങനെയെങ്കിലും എത്തിക്കോളാം. എനിക്ക് കുഴപ്പമില്ല. നിനക്കില്ല, വേറൊരു വഴി പറഞ്ഞുതരാം. നീ എൻ്റെ കൂടെ പന്നി കച്ചവടത്തിന് കൂടിയോ? നല്ല ബിസിനസ്സാണ് അത് വർക്കിച്ചേട്ടൻ തന്നെ അങ്ങ് പോയാൽ മതി. പന്നി എടാ, ഞാൻ പറയുന്ന കേട്ടാ നിനക്ക് നല്ലത്. ഇപ്പൊ വയലിൽ പണിയെടുത്താൽ വരമ്പത്ത് കൂലിയാണ്. എൻ്റെ പൊന്നി ചേട്ടാ, എൻ്റെ കാര്യമല്ലേ, ഞാൻ നോക്കിക്കോളാം. ചേട്ടൻ ഒന്ന് പോയി തന്നെ ഒന്ന്. നിന്റെ കാര്യമാണെങ്കിലും നീ ഞങ്ങളുടെ കൂടെയല്ലേ താമസിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വല്ല ഉപദ്രവം ഉണ്ടാക്കിയ ഇവിടെ? ആ, ഉപദ്രവമായിട്ടല്ല. ഈ ചാണം ചാരിയ ചാണം മണക്കും, ചന്ദനം ചാരിയ ചന്ദനം മണക്കും എന്നാ. ചേട്ടൻ ഒന്ന് പോയി തരാം. എനിക്കിപ്പോൾ ചാണം മണക്കാൻ താല്പര്യമില്ല. ഞാൻ പോയിട്ട് നീ എന്നെ എടുക്കാനാ? ഞാൻ ഇവിടെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. തന്നെ എടുക്കാൻ നീ ആരാ? ഈ എഴുത്തുകാരനോ? എഴുത്തുകാർക്ക് മാത്രമേ ഇവിടെ തന്നെ ഇരിക്കാൻ പാടുള്ളൂ. എടാ, എഴുത്തുകാരനാകുമ്പോൾ അത്യാവശ്യം മരുന്നും വെള്ളമൊക്കെ വേണം. നിന്റെ അടുത്ത് അതിനെ എവിടുന്ന കാശ്? എൻ്റെ പൊന്നിയാട്ടെ, ഇനി ഇവിടെ നിന്ന് ഞാൻ പിടിച്ച് മൂക്കാവണ്ട. ഞാൻ പറഞ്ഞു എന്നെ ക്ലാര വിളിക്കുന്നുണ്ട്. എന്തോ? ഞാൻ വരുന്നുണ്ട്. ഓരോരോ പരിപാടിയുടെ വന്നേക്കും. ആ ജീവമോനെ, എന്തായി മോനെ പോയ കാര്യം? എന്ത്? ആഹാ, അതുകൊള്ളാം. എന്തെന്നോ രാവിലെ സിനിമയുടെ ഓഡീഷന് പോയില്ലേ? അതിന് സെലക്ഷൻ ആയോ? അതാ അത് ശരിയായില്ലെന്ന്. ശരിയായില്ലേ? ആ അല്ല, ഓൻ നന്നായിട്ട് അഭിനയിച്ചില്ലേ? അല്ല, ഞാനിവിടുന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോയതൊക്കെ നന്നായിട്ട് ചെയ്ത്. ആ പിന്നെ അസത്യഭാമ എന്നും പറഞ്ഞൊരു കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ടായിരുന്നു. അവർക്ക് തന്നെ കുഴപ്പം? പുള്ളിക്കാരിക്കായിട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം പിന്നെ അതിനെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എന്നാ? അല്ല, അവിടെ ബാക്കിയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആ പുള്ളിക്കാരി എന്തോ നമ്മളെ പോലെയുള്ള കറുത്ത ആൾക്കാരൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞു.